ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി അപ്രതീക്ഷിതമായിട്ട് സ്റ്റാലിനെയും ബാലചന്ദ്രനെയും ഒരുമിച്ച് കാണാണ്. അതോടുകൂടെ തന്നെ വൈജയുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. സ്റ്റാലിനും ബാലചന്ദ്രനും എങ്ങനെ പരിചയക്കാരായി, അവരെങ്ങനെ കണ്ടുമുട്ടി എന്നറിയാതെ വൈജയന്തി ആകെ കുഴങ്ങിപ്പോകുന്ന അടിപൊളി എപ്പിസോഡാണ് കേട്ടോ. മനു കുളത്തുപുഴയിൽ പോയി അലീനയെ കണ്ടതിന് ശേഷം ബാലചന്ദ്രനെ കാണാനായിട്ട് അയാളുടെ ഓഫീസിലേക്ക് വരാണ്. അങ്കിളെ, ഇനി ഒരിക്കലും എനിക്ക് അലീനെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അതെന്താടാ അങ്ങനെ നീ പറയുന്നത്? ഒരു ഉഷാറില്ലാത്ത മട്ടിൽ ബാലചന്ദ്രൻ പറയാണ്. അങ്കിളിന് ഒട്ടും താല്പര്യമില്ലേ ഞങ്ങൾ ഒരുമിക്കാൻ? ഞാനെന്ത് ചെയ്യാനാ? അവളുടെ പപ്പയല്ലേ തീരുമാനമെടുക്കേണ്ടത്. അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല, അയാൾ എന്നെ വിവാഹം കഴിപ്പിച്ചു തരില്ല എന്നാ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അയാൾ പാലയിലുള്ള ആരുമായിട്ട് അവൾക്കൊരു ബന്ധം വേണ്ടെന്ന്, പ്രത്യേകിച്ച് വൈജയുടെ ആങ്ങളമാരുമായിട്ടുള്ള ഒരു ബന്ധത്തിനും അയാൾ തയ്യാറല്ലെന്നാ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് അയാളുടെ ഇഷ്ടം. അങ്കിളിനെന്താ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? കുളത്തുപോയിൽ ഞാൻ അലീനെ കാണാൻ ചെന്നപ്പോഴൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്ക് എന്തോ അതെ, അലീന എന്നെ വിളിച്ചിരുന്നു. നീ സങ്കടപ്പെട്ടാ പോന്നെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ മനു, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ, എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. അവളുടെ വിവാഹം ആലോചിക്കുന്നുണ്ട്. പല ആളുകളും വിവാഹം കഴിക്കാനായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അലീന തനിക്കിപ്പോൾ വിവാഹം വേണ്ട, കുറച്ച് നാളുകൾ തെനാൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. അതൊക്കെ ശരിയായിരിക്കാം, നീ ടെൻഷനാവുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറഞ്ഞ് മനുവിനെ ആശ്വസിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെ മനു പോയി കഴിഞ്ഞ ശേഷം അലീനയെ വിളിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. മനു എല്ലാ വിവരവും എന്നോട് പറഞ്ഞു. എന്തായാലും നിന്റെ സ്റ്റാലിൻ പപ്പയോട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. അത് അത് വേണോ അച്ഛാ? അപ്പം അച്ഛനോട് ചിലപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറിയതോ? എനിക്ക് എന്ത് പെരുമാറലും എനിക്കെന്താ? നിന്നെ ഞാനല്ലേ അയാൾക്ക് കൊടുത്തത്. അതിൻ്റെ ഒരു ഇത് കാണിക്കാതിരിക്കില്ലല്ലോ. എന്തായാലും പപ്പ ഒഴിവിനനുസരിച്ച് ഇവിടെ വരെ ഒന്ന് വരുമോ? ആ, ഞാൻ വന്നോളാം. അങ്ങനെ വൈജിയാണെങ്കിലോ ഇപ്പോൾ ഓഫീസിലേക്ക് പോയി തുടങ്ങിയിരുന്നു. എന്നാൽ വൈജിയും ബാലചന്ദ്രനും അധികമൊന്നും സംസാരമില്ല. എപ്പോഴെങ്കിലും സംസാരിച്ച് തുടങ്ങിയാലാണെങ്കിലോ അവർ തമ്മിൽ അത് വഴക്കിലേ അവസാനിക്കത്തേ ഉള്ളൂ. അലീനയെ കാണാൻ വരാമെന്ന് ബാലചന്ദ്രൻ പറഞ്ഞെങ്കിലും അയാളുടെ ഫോണിലേക്ക് സ്റ്റാലിൻ ജോസഫിൻ്റെ ഒരു കോള് വരുന്നുണ്ട്. മിസ്റ്റർ ബാലചന്ദ്രൻ എവിടെയാണ്? ഞാനിപ്പോൾ പാലാ ടൗണിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും ബാലചന്ദ്രൻ താൻ കണ്ടുമുട്ടാറുള്ള ആ ഒരു ഹോട്ടൽ റൂമിലേക്ക് വരാമെന്ന് സ്റ്റാലിനോട് പറയാണ്. എന്തായാലും മനുവിൻ്റെയും അലീനയുടെയും കാര്യം കൂടെ സംസാരിക്കാം. അങ്ങനെ സ്റ്റാലിൻ വരുന്നുണ്ട്. ഈ സമയം തന്നെ സ്റ്റാഫുമൊത്ത് പുറത്തു പോയതായിരിക്കും വൈജയന്തി. ഒരു ബാങ്കിലെ ഇടപാടുകാരനെ കാണാനായിട്ട് പോകുമ്പോൾ സമയത്താണ് ചന്ദ്രൻ്റെ കാറ് താൻ സഞ്ചരിക്കുന്ന വാഹനത്തിന് മുമ്പിലായിട്ട് പോകുന്നത് കാണുന്നത്. ഈ സമയം ബാലചന്ദ്രൻ എവിടെ പോകുന്നത്? ഷോപ്പിൽ നല്ല തിരക്കുള്ള സമയമാണല്ലോ. അങ്ങനെ വൈജയന്തി തൻ്റെ കൂടെയുള്ള സ്റ്റാഫിനോട് പറയും, ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്. അതെന്താ മാഡം? ഈ മാഡം ഇല്ലേ ഇനി ബാങ്കിലോട്ടില്ലേ? എനിക്കൊരു അത്യാവശ്യമായിട്ട് പോവണം. എന്നാൽ മാഡം പോയിക്കോ, ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. മാഡം കാറില്ലാതെ പോവേണ്ടല്ലോ, അത് വേണ്ട, ഞാൻ ഒരു ഓട്ടോയിൽ പോയിക്കോളാം. അങ്ങനെ വൈജയന്തി കാറിൽ നിന്നിറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ബാലചന്ദ്രൻ്റെ കാറിന് പുറകെയായിട്ട് പോകുന്നുണ്ട്. ബാലചന്ദ്രൻ നേരെ പോകുന്നത് ഒരു ഹോട്ടൽ റൂമിലേക്കാണല്ലോ. അങ്ങനെ ഹോട്ടലിൽ കയറി റൂം പാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം വൈജയന്തി ആണെങ്കിലും ഓട്ടോയിൽ നിന്നിറങ്ങി കൂലി കൊടുക്കുകയാണ്. ബാലചന്ദ്രന് ഈ സമയത്ത് എന്തിനാണ് കാറിൽ വന്ന് ഈ ഹോട്ടലിൽ നിൽക്കുന്നത്? അങ്ങനെ കുറേ സമയം പുറത്ത് നിന്നെങ്കിലും വൈജയന്തിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇയാൾ എന്തിൻ്റെ പുറപ്പാടാണ്? ആരെ കാണാനാണ് ഈ ഹോട്ടൽ റൂമിലേക്ക് വരുന്നത്? അങ്ങനെ നാനാവിധ ചിന്തകളും ഉണ്ടാവും. ആ സമയത്ത് തന്നെ ഒരു വലിയ കാറിൽ വന്നിറങ്ങി സ്റ്റാലിൻ ഇറങ്ങുന്നുണ്ട്. സ്റ്റാലിൻ്റെ ബാക്ക് ഭാഗമാണ് കാണുന്നത്, അല്ലാതെ വൈജയന്തി മുഖം വ്യക്തമായിട്ട് കാണുന്നില്ല. അദ്ദേഹം അങ്ങ് അകത്തേക്ക് കയറിപ്പോയതും അവൾ കാണുന്നുണ്ട്. ഇവിടെ എന്താണ് ബാലചന്ദ്രൻ ഇടപാട്? അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ആ സമയം തന്നെ വൈജയന്തി വിളിക്കാണ്. വൈജയന്തി വിളിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഓ, ഇവിടെ അയാൾക്ക് ഇഷ്ടപ്പെട്ട ആരോ ഉണ്ട്, അതുകൊണ്ട് ഡിസ്റ്റർബ് ആവുമെന്ന് കരുതിക്കാണ്ടാണ് ഫോണ് കട്ട് ചെയ്ത് ഇപ്പം ദേ സ്വിച്ച് ഓഫും. അങ്ങനെ അകത്തേക്ക് കയറി പോവാണ്. ഇവിടെ ഒരാൾ റൂം എടുത്തിട്ടുണ്ടോ ബാലചന്ദ്ര മേനോൻ എന്ന് ആ ഒരു റിസപ്ഷനിൽ വന്ന് ചോദിക്കാണ്. അതെ സാർ, അതെ മാഡം, റൂം എടുത്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെ കാണാനാണോ വന്നത്? ഞാൻ വേണമെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് റിസീവർ കയ്യിലെടുക്കുമ്പോഴേക്കും വൈജയന്തി പറയും, അയ്യോ വേണ്ട, അറിയാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഒരു ദിവസത്തേക്കാണോ അതോ അല്ല ഒരു 2 മണിക്കൂർ സമയത്തേക്ക് മാത്രമാണ്? ഓ,
ഓ ശരി എന്ന് പറഞ്ഞ് വൈജയന്തി വീണ്ടും ഹോട്ടലിൻ്റെ മുൻവശത്തേക്ക് പോവാണ്. ഏതവളുടെ കൂടെയാണ് അയാളെന്ന് അറിയണമല്ലോ. ഏതളവാനാണെങ്കിലും ഇന്നത്തോടെ അയാളെ ഞാൻ കയ്യോടെ പിടിക്കും. ഈ സമയം ഹോട്ടൽ റൂമിലിരുന്ന ബാലചന്ദ്രൻ്റെ അടുക്കിലേക്ക് വന്ന് സ്റ്റാലിൻ ജോസഫ് രണ്ടുപേർക്കും ഒരു കോഫി വരെ അവർ ഓർഡർ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങാണ്. മിസ്റ്റർ ബാലചന്ദ്രൻ എന്നെ കാണണമെന്ന് എന്തിനാ പറഞ്ഞത്? അതെ സ്റ്റാലിൻ ജോസഫ് ഇരിക്ക്. അങ്ങനെ അവർ പരസ്പരം അവിടെ മുഖാമുഖം ഇരിക്കുന്നുണ്ട്. അലീനയുടെ വിഷയം തന്നെയാണ്. മനുശങ്കർ അവളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അച്ഛനും അമ്മയും ആരാണെന്ന് അറിയാത്തതിന് മുമ്പേ ഒരു അനാഥ പെണ്ണാണെന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവൻക്ക് അവളെ വളരെ ഇഷ്ടമാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. കൊല്ലപ്പള്ളിയിലെ ആരുമായിട്ട് ഒരു ബന്ധത്തിനും ഞാൻ ഒരുക്കമല്ല. കുട്ടികളുടെ മനസ്സിലെ ഇഷ്ടം അതാണെങ്കിൽ അതങ്ങ് നടത്തി കൊടുത്തൂടെ? ഒരു വൈജയന്തി സ്റ്റാലിനും ഇനിയും ഉണ്ടാവണോ? അതൊക്കെ ശരി തന്നെ. എൻ്റെ പപ്പയ്ക്കും ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും. ഒരിക്കലും മനുവായിട്ടുള്ള വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. വേറെ ആരെയും വിവാഹം കഴിക്കാൻ അവൾ ആഗ്രഹം പ്രകടിപ്പിച്ചാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും. അതുതന്നെയാണ് എൻ്റെ തീരുമാനം. ഞാനും അലീനയും കൂടെ ഒരു കരാറിലെത്തിയിട്ടുണ്ട്. അവൾക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനും ഞാൻ സമ്മതിപ്പിക്കില്ല. അതുപോലെ തന്നെ എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിനും അവൾ സമ്മർദ്ദം ചെലുത്തതെന്ന് ആ ഒരു കരാറിൽ നിൽക്കുകയാണിപ്പോൾ. ഇനി എപ്പോഴെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഞാൻ മിസ്റ്റർ ബാലചന്ദ്രനെ അറിയിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് തന്നെ പിരിയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും സ്റ്റാലിൻ അത് എടുക്കില്ല എന്ന കാര്യം ബാലചന്ദ്രന് ഉറപ്പാകുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് താഴേക്ക് വരുന്നത്. ആ കാഴ്ച കണ്ട് വൈജയന്തി ആകെ നെട്ടി നിൽക്കുകയാണ്. സ്റ്റാലിനും ബാലചന്ദ്രനും കൂടെ ഒരുമിച്ച് ഒരുപോലെ വരുന്നു. അപ്പോൾ രണ്ടുപേരും പരിചയക്കാരാണോ? സ്റ്റാലിനെ കാണാനാണോ ബാലചന്ദ്രൻ വരുന്നത്? അങ്ങനെ നെട്ടലോടെ നിൽക്കുന്നുണ്ട്. ബാലചന്ദ്രൻ തൻ്റെ കാറിലും സ്റ്റാലിൻ ജോസഫിൻ്റെ കാറിൽ അവരും കയറി പോകുന്നുണ്ട് രണ്ട് ബൈക്കായിട്ട്. ഇല്ല, ഇത് സ്റ്റാലിനെ കാണാനല്ല, ബാലചന്ദ്രൻ മറ്റേതോ സ്ത്രീയെ കാണാനാണ് പോകുന്നത്. അങ്ങനെ തന്നെ വൈജയന്തി ആണെങ്കിലോ ബാലചന്ദ്രൻ കാണാതെ ഒരു മറവിൽ മറഞ്ഞു നിൽക്കുകയാണ്. അന്ന് പിന്നെ ബാങ്കിൽ പോവാതെ നേരെ വീട്ടിലേക്കാണ് വരുന്നത്. ഒരുപാട് സമയം വൈകിയാണ് പിന്നീട് ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. നന്നായി മദ്യപിച്ചിട്ടുണ്ടാവും. ബാലചന്ദ്രൻ ഇന്ന് എവിടെയായിരുന്നു ഉച്ചയ്ക്ക് എന്ന് ചോദിക്കുകയാണ്. ഞാൻ അവിടെ കടയിൽ വന്നപ്പോൾ ബാലചന്ദ്രനെ കണ്ടില്ലല്ലോ. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും, അത് ചോദിക്കാം, നീ ആരാ? ബാലചന്ദ്രൻ കുറച്ച് മദ്യപിച്ചുകൊണ്ട് തന്നെ വളരെ ദേഷ്യം തന്നെയാണ് വൈജയോട് സംസാരിക്കുന്നത്. ബാലചന്ദ്രൻ മദ്യപിച്ചോ? അതെ, ഞാൻ മദ്യപിച്ചു, അതിന് നിനക്കെന്താ? അങ്ങനെ അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് തട്ടിക്കയറുന്നുണ്ട്. ബാലചന്ദ്രനോട് ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്നും ഏൽക്കാനും പോകത്തില്ല. ബാലചന്ദ്രനും സ്റ്റാലിനും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പരിചയക്കാരാണെങ്കിൽ തൻ്റെ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും ബാലചന്ദ്രനെ ഇതുപോലെ തനിക്ക് കാണാൻ കഴിയില്ല എന്ന് അയാൾ ഒരു പൊട്ടിത്തെറിക്കുമെന്ന കാര്യം വൈജയ്ക്ക് അറിയാമായിരുന്നു. അയാളുടെ പോക്ക് എവിടെ വരാണെന്ന് നോക്കണം. എന്തായാലും സ്റ്റാലിന് 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാലിനെ വീണ്ടും കണ്ടുമുട്ടി. ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ച മനുഷ്യനായിരുന്നു. ചതിയുടെ മറ്റൊരു മുഖം. ഇതുപോലെ ഒരു വഞ്ചകനും ചതിയനുമായ പുരുഷൻ ലോകത്തുണ്ടാവില്ല എന്നെല്ലാം ഓർത്തുകൊണ്ട് വൈജയന്തി തൻ്റെ ആഗ്രയിലെ ജീവിതത്തെക്കുറിച്ച് ഓർത്തു പോവാണ്. അവിടെ നടന്ന സ്റ്റാലിനും അവളും ഒരുമിച്ചുള്ള ഓരോ കാര്യങ്ങളും അവളുടെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. അങ്ങനെയിരിക്കെ വൈജ അപ്രതീക്ഷിതമായിട്ട് വീണ്ടും അലീനയെ കണ്ടുമുട്ടുന്നുണ്ട്. അലീനയുടെ കൂടെയുള്ള ആളെ കണ്ടതും വൈജയ്ക്ക് വിശ്വസിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. താൻ കാണുന്നത് സത്യമോ അതോ സ്വപ്നമോ എന്ന് പോലും തോന്നിത്തുടങ്ങാണ്. അങ്ങനെ പാലയിലേക്ക് സ്റ്റാലിനൊത്ത് വന്നതായിരുന്നു അലീന. വരാനുള്ള കാരണം വൈജയന്തിയും ബാലചന്ദ്രനും കുടുംബ കോടതിയിൽ പോയതെന്നും വൈജയന്തി ബന്ധം വേർപിരിയാനുള്ള മുന്നൊരുക്കത്തിലാണ്. എന്നാൽ കോടതിയിൽ വെച്ച് എല്ലാ സത്യങ്ങളും വെട്ടിത്തുറന്ന് പറയും. വൈജയന്തിയുടെ അവിധ കഥ ഉൾപ്പെടെ എല്ലാം പറയും. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് അവളെ വിളിച്ചു വരുത്തിയതായിരുന്നു ശിവശങ്കരൻ മേനോനും ഗംഗാധര മേനോനും കൂടെ. അങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ പറഞ്ഞാൽ പിന്നീട് ആർക്കും പുറത്തിറങ്ങി നടക്കേണ്ടി വരില്ല. വൈജയുടെ 3 മക്കളുടെയും ഭാവി അതോടെ പോവും. അതൊക്കെ മനസ്സിലാക്കി അലീനയോട് ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കാനായിരുന്നു അലീനയും സ്റ്റാലിനും വന്നത്. അങ്ങനെ ബാലചന്ദ്രനെ അവർ ഹോട്ടൽ റൂമിൽ വെച്ച് കാണുന്നുണ്ട്. അച്ഛാ, ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇനി ബബിതയും രോഹിത്തിനെയും കൃഷ്ണമോളെയും ആലോചിക്കണ്ടേ? അവരുടെ ഭാവി എന്താവും? അവരുടെ അമ്മ വിവാഹത്തിന് മുമ്പേ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചുവെന്നും നാട്ടുകാരറിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അത് അവർക്കും കൂടെ നാണക്കേടല്ലേ? അങ്ങനെയാണെങ്കിൽ അതെല്ലാം കോടതിയിലെല്ലാം വിളിച്ചു പറയൽ നിർത്താം. അതിനു മുമ്പേ
കൊല്ലപ്പള്ളിയിലെ എല്ലാവരും കുടുംബസമേതം അവിടെ എത്തണം. അവരുടെ കുടുംബയോഗത്തിൽ ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തും. അങ്ങനെയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതമെന്ന് ഗംഗാധരമേനോനും ശിവശങ്കരനും തോന്നാണ്. ഈ കാര്യം അലീനയും സ്റ്റാലിനും ബാലചന്ദ്രനോട് പറയുമ്പോൾ ആദ്യമൊക്കെ അയാൾ എതിർത്തു. പിന്നെ തൻ്റെ മറ്റ് 3 മക്കളെ ഓർത്ത് അദ്ദേഹം അതിന് സമ്മതിക്കാണ്. ഇപ്പോൾ എന്തിനാ ഒരു കുടുംബയോഗമെന്ന് വൈജയന്തി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനാരും മറുപടി പറയുന്നില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ ബാലചന്ദ്രനാണെന്ന് അന്നേരത്ത് വൈജയ്ക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞ ആളുകളെല്ലാം ആ കുടുംബയോഗത്തിൽ പങ്കെടുപ്പിക്കണമെന്നും അവരെ വിളിച്ചു വരുത്തണമെന്നും പ്രത്യേകം ഗംഗാധര മേനോനോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഇവർ 3 പേര് അതിനു വേണ്ടിയാണ് അലീന പാലയിലേക്ക് വന്നത്. അലീന വിലപിടിപ്പുള്ള കാറിൽ വന്നിറങ്ങുന്നത് കമല അന്നേരത്ത് വൈജയോട് പറയുന്നുണ്ട്. ഇപ്പോൾ ഏതോ ഒരുത്തൻ അവളെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ കോടികളുടെ വിലയുള്ള കാറിലാണ് സ്വയം ഡ്രൈവ് ചെയ്ത് ഇവിടേക്ക് വന്നത്. എനിക്കും അങ്ങ് അത്ഭുതം തോന്നി. ഓ, അവൾ അത്രക്കങ്ങായോ? എന്തായാലും കുപ്പത്തോട്ടിൽ കിടന്നവൾ കുപ്പത്തോട്ടിയിൽ തന്നെ. കമലെടുത്തി അതൊന്നും കണ്ട് അന്തം വിട്ട് പോവാൻ നിൽക്കണ്ട. എന്നാലും ഈ വിജയ് ഇത്രയും മാറ്റം ഉണ്ടാവുമോ ഒരു പെണ്ണിന് എന്തൊരു അഹങ്കാരമാണ്. എന്തൊരു അഹങ്കാരത്തോടെ അവൾ ഇങ്ങോട്ട് വന്ന് കയറിയതെന്നറിയാമോ? എന്തായാലും കമലെടുത്തി ഒന്ന് പേടിച്ചോ? മനുവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഞാനത് നോക്കിക്കോളാം. മനു അവളുടെ കഴുത്തിൽ താലി കെട്ടിയാലേ അന്നേരത്ത് പിന്നെ 2 പേരും ജീവിച്ചിരിക്കില്ല. 2 പേരെയും കൊന്നിട്ടേ ഞാൻ ജയിലിലോട്ട് പോവും. അതൊന്നും നടക്കാൻ പോകുന്നില്ല കമലെടുത്തി. വേറെന്തെങ്കിലും പറ. അങ്ങനെ വൈജയന്തി ഇങ്ങനെ കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്താണ് കമലയുടെ ഈ ഫോൺ കോൾ. അങ്ങനെ ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ നിർത്തുന്ന സമയത്ത് തൻ്റെ ഇടതുഭാഗത്തേക്ക് തലതിരിച്ച് നോക്കുമ്പോഴാണ് അവിടെ അലീനയെ കാണുന്നത് കേട്ടോ. ഡ്രൈവിംഗ് സീറ്റിൽ മറ്റൊരു പുരുഷനുണ്ട്. അലീനയുടെ കൂടെ പുരുഷനെ കാണാനായിട്ട് വൈജയന്തി നോക്കുന്ന സമയത്ത് സ്റ്റാലിൻ ജോസഫിനെ കാണാണ്. സ്റ്റാലിനോ? അന്ന് ബബിതയുടെ കൂടെ ഹോട്ടൽ റൂമിൽ കണ്ടതുപോലെ തന്നെ ഇതിപ്പോൾ അലീനയുടെ കൂടെ. ഈ സ്റ്റാലിന് വേറൊരു പണിയില്ലേ? ഇവളും സ്റ്റാലിനും എന്താ ബന്ധം? ഇവർ 2 പേരും എന്തിനെ കൊണ്ട് നടക്കുന്നത്? അങ്ങനെ വൈജയന്തി അവരുടെ കാറിന് പുറകെയായിട്ട് പോകുന്നത്. അലീന എവിടെയാണ് താമസമെന്ന് ഇത്രയും കാലം ബാലചന്ദ്രനോട് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് അവരാരും മറുപടി പറഞ്ഞില്ല. രഹസ്യമായി ബാലചന്ദ്രൻ അവൾ എവിടെയാണ് ഒളിപ്പിച്ചത്? ബാലചന്ദ്രനും സ്റ്റാലിനും അലീനയൊക്കെ ആയിട്ട് എന്താ ബന്ധം? അതറിയാനായിട്ട് തന്നെ വൈജയന്തി പിന്നീട് ഒന്നും ചിന്തിച്ചില്ല. സ്റ്റാലിൻ്റെ കാറിന് പുറകെയായിട്ട് പോവാണ്. അങ്ങനെ കുളത്തുപോയിൽ എത്തുന്നുണ്ട്. 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് വൈജയന്തി അവിടെ പുറകെ എത്തുന്നത്. അവരൊരു ബംഗ്ലാവിലേക്ക് പോകുന്നതും എല്ലാം വൈജയ് കാണുന്നുണ്ട്. അപ്പോൾ അവളുടെ താമസം ഇവിടെയാണ്. അലീനയെ വെച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റാലിൻ ജോസഫാണ്. നാണം കെട്ട മനുഷ്യൻ തന്നെ ചതിച്ചത് ഇപ്പോൾ തൻ്റെ മകളെ പ്രായമുള്ളവളെ ഒരുത്തിയുടെ കൂടെയാണ്. എന്നെല്ലാം പറഞ്ഞവൾ തന്നെ വൈജയന്തി ഡോർ തുറന്ന് കാറിനുള്ളിലേക്ക് കയറുന്നുണ്ട്. പിന്നീട് വൈജയ്ക്ക് തോന്നാണ്, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അവളുടെ അയിനാട്ടം അവൾ കൈയോട് പിടികൂടണം. അവളുടെ മുഖത്ത് നോക്കി ചോദിക്കണം. അവൾ എന്നോട് ആഗ്രയിലെ കഥയെല്ലാം വളരെ വിളംബരമായി പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ അവൾക്ക് എന്താ അതിനുള്ള അർഹത? എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് സ്റ്റാലിനെയും മുഖത്ത് നോക്കി 2 പറയാം. അങ്ങനെ കരുതിക്കൊണ്ട് വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഭാഗ്യത്തിന് നായ്ക്കളെല്ലാം കൂട്ടിലായിരിക്കും. അതുകൊണ്ട് തന്നെ വൈജയുടെ നേരെ കടിച്ചു കീറാൻ ആരും തന്നെ വരുന്നില്ല. സ്റ്റാലിനും അലീനയും വന്ന് കയറി അകത്തേക്ക് അവർ പോയപ്പോഴേക്കും ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് സ്റ്റാലിൻ പുറത്തേക്ക് വന്ന് നോക്കുന്നുണ്ട്. ഡോറ് തുറന്നതും കൺമുമ്പിൽ കണ്ട വൈജയെ കണ്ട് അയാളാകെ ഷോക്കായി നിന്ന് പോവാണ്. ഒട്ടും പ്രതീക്ഷിച്ചല്ല ഇങ്ങനൊരു കണ്ടുമുട്ടൽ, അതും തൻ്റെ ബംഗ്ലാവിൽ വെച്ചുകൊണ്ട് തന്നെ. വൈജയ് നീ? ആ സമയം വൈജയന്തി കൈ ഉയർത്തി തടയുന്നുണ്ട്. വേണ്ട, ആ പേര് ഉച്ചരിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. ഇപ്പോൾ ഏതോ ഒരുത്തിയെ നിങ്ങൾ വെച്ചു പൊറുപ്പിക്കുന്നുണ്ടല്ലോ. നാണം കെട്ടവൾ. അവൾ എൻ്റെ കുടുംബത്തിൽ വന്ന് കയറി എനിക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അവളെ നിങ്ങൾ തിരിച്ചുവിട്ടത് നിങ്ങളാണെന്ന കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. മര്യാദക്ക് നിങ്ങളും അവളും കൂടെ ചേർന്നിട്ടുള്ള ഈ നാടകമങ്ങ് അവസാനിച്ച് മോളെ പ്രായമുള്ള ഒരുത്തിയുടെ കൂടെ വെച്ച് പൊറുപ്പിക്കാൻ നാണമില്ലേ നിങ്ങൾക്കെന്ന് ചോദിക്കുക. അലീന അന്നേരം അവിടേക്ക് വരുന്നുണ്ട്. ആരാണ് ഇപ്പോൾ വന്നെന്ന് കരുതി അവൾ വരുന്ന സമയത്താണ് സ്റ്റാലിൻ ജോസഫും വൈജിയും ഹാളിൽ നിൽക്കുന്നത് കണ്ടത്. ഒരു ഉൾക്കിടലം അവളുടെ ഉള്ളിലുണ്ടായി. അവൾ താഴേക്ക് വരുന്നുണ്ട്. ഓഹോ, നീ ഇപ്പോൾ ഇയാളുടെ കൂടെയാണല്ലടി. അവിടുത്തെ കുടുംബം തകർത്ത് തരിപ്പണമാക്കി ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഈ നാണം കെട്ട മനുഷ്യനാണ് നിനക്ക് ആഗ്രയിലെ കഥകളെല്ലാം പറഞ്ഞ് നിന്നെ അങ്ങോട്ട് വിട്ടതെന്ന കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് നാണമുണ്ടോ? സ്വന്തം മോളെ പോലെ കരുതേണ്ടവളെ നിങ്ങളിങ്ങനെ വെച്ചു പൊറുക. വൈജയ്
ഒരക്ഷരം മിണ്ടിപ്പോകരുത്. നിന്റെ നാവിന് എല്ലില്ലെന്ന് കരുതിക്കൊണ്ട് എല്ലാം പറയാമെന്ന് നീ കരുതേണ്ട. പിന്നെ എന്ത് പറയണം? ഈ വൃത്തികെട്ടവളെ ഏതോ ഒരു സ്ത്രീ പിഴച്ച് പ്രസവിച്ച കുപ്പത്തൊടിൽ ഉപേക്ഷിച്ചവൾ ഇപ്പോൾ എല്ലാ ആണുങ്ങളെയും വല വീശി പിടിക്കാൻ നടക്കുന്നവളാണ്. നിങ്ങളുടെ കൂടെ ഇവൾ എത്ര തവണ കിടന്നു? അതിനുള്ള പാരിശോധികമല്ലേ നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹമെല്ലാം? അത് പറഞ്ഞു തീരുമ്പോഴേക്കും വൈജയുടെ കവിളടക്കി ഒന്ന് കൊടുത്തു സ്റ്റാലിൻ. ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോകരുത്. കാരണം ഇത് ആരാണെന്നും എന്താണെന്നും നിനക്ക് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ. തൽക്കാലം അത് ഞാൻ നിന്നോട് പറയുന്നില്ല. നീ ഈ വൃത്തികെട്ട നാവുകൊണ്ട് ഇവളെ ഇത്രയും കാലം നീ പറഞ്ഞല്ലോ. ഒരക്ഷരം നീ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് വൈജയുടെ കവിളടക്കൊന്ന് കൊടുക്കാണ്. മുഖം പൊത്തിപ്പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും നോക്കിയിട്ട് വൈജ തൻ്റെ കാറിൽ വന്ന് കയറുന്നുണ്ട്. നേരെ പാലയിലേക്ക്. അവളുടെ മനസ്സിൽ പല ദുഷിച്ച ചിന്തകളും വരുന്നുണ്ട്. അവൾ എന്നെ അടുപ്പിച്ചു, ആ സ്റ്റാലിൻ്റെ കൂടെയാണ്. വൃത്തികെട്ടവൾ എന്ന് പറഞ്ഞ് സ്വന്തം പപ്പയെയും മകളെയും വല്ലാത്ത ഒരുമാതിരി കഥകളുണ്ടാക്കി പടച്ചു വിടാണ്. എന്തിനാ പപ്പ അമ്മയെ അടിച്ചത്? പിന്നെ അവളുടെ വർത്തമാനം കേട്ടില്ലേ? നീയും ഞാനും. നീ എൻ്റെ മകളല്ലേ? അതിന് അമ്മയ്ക്കത് അറിയില്ലല്ലോ. അറിയില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കാറ്? അങ്ങനെ അവരാ കാര്യങ്ങൾ ആ സമയം അലീനക്ക് വലിയ വിഷമാവട്ടോ. അലീന നേരെ മനുവിനെ വിളിക്കുന്നുണ്ട്. വൈജയന്തി ഇങ്ങോട്ട് വന്നതും ഇവിടെ ഉണ്ടായ സീനും എല്ലാം പറയാണ്. അതിനുശേഷം രോഹിത്തിനോട് അമ്മയൊന്ന് ശ്രദ്ധിച്ചേക്കണേ, അമ്മ എൻ്റെ പുറകെ ഇങ്ങോട്ട് വന്നിരുന്നു. എങ്ങനെ ഇവിടെ എത്തിയെന്ന് പോലും അറിയില്ല. പക്ഷേ ഇവിടുന്ന് പപ്പ അമ്മയെ അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അമ്മയെ അടിക്കേ? അതെ. അങ്ങനെ അലീന വിശദമായിട്ട് പറഞ്ഞു. പിന്നെ ആരായാലും അടിച്ചു പോവില്ലേ? അച്ഛനെയും മകളെയും കോർത്ത് ഇല്ലാതീനം പറഞ്ഞാൽ അത് അമ്മക്കറിയില്ലല്ലോ. അങ്ങനെ വൈജയന്തി വരാൻ ഒരുപാട് സമയം വൈകുന്നുണ്ട്. അത് കാണാതെ അമ്മ മക്കൾക്കും ഒക്കെ വല്ലാതൊരു സങ്കടമാവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വൈജയന്തി ദേഷ്യത്തിൽ അകത്തേക്ക് കയറി പോവുക. അമ്മ എവിടെയാണെന്ന് മക്കൾ ചോദിച്ചെങ്കിലും അതിന് മറുപടി പറയുന്നില്ല. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുക. അവൾക്ക് ഈ രഹസ്യങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞെന്ന് പലതവണ ഞാൻ ആലോചിച്ചിട്ടും അതിന് മറുപടി കിട്ടാത്തതിൻ്റെ കാരണം ഇതായിരുന്നുവെന്ന് വൈജിക്ക് മനസ്സിലായി. അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെ ആ സ്റ്റാലിൻ ജോസഫാണ്. അയാൾക്ക് എന്നോടുള്ള പക ഇതുവരെ മാറിയിട്ടില്ല. ഈ വൈജയന്തി ആരെയും വെറുതെ വിടില്ല. അങ്ങനെ പിറ്റേ ദിവസം കുടുംബയോഗത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. ബാലചന്ദ്രൻ ലിസ്റ്റ് കൊടുത്തവരെ എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വളരെ ടെൻഷനിലാണ്. ബബിതയ്ക്കും രോഹിത്തിനും ഒക്കെ അറിയാം അച്ഛൻ എന്തായിരിക്കും ആ കുടുംബ കോടതിയിൽ പറയാൻ വേണ്ടി പോകുന്നത്, ആ കുടുംബയോഗത്തിൽ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്നൊക്കെ ഓർത്ത് വലിയൊരു ടെൻഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ മൂന്ന് മക്കൾക്കും ഇപ്പം സത്യങ്ങൾ അറിയാം. എൻ്റെ അമ്മയുടെ മകളാണ് അലീന. ആ ഒരു ബോംബ് പൊട്ടിക്കാനാണ് അച്ഛൻ പോകുന്നത്. ഇതുവരെ അമ്മക്കറിയില്ല തൻ്റെ രഹസ്യങ്ങളെല്ലാം അച്ഛൻ അറിഞ്ഞ കാര്യം. അങ്ങനെ കുടുംബങ്ങളെല്ലാം വന്നു ചേർന്ന് കൊല്ലപ്പള്ളിയിൽ കൈതക്കൽ വീട്ടിലെ ഹാളിലും മുറ്റത്തൊക്കെ ആയിട്ട് ഒരുപാട് പേർ നിരന്നു കൂടിയിരുന്നു. എന്തിനാ ഇപ്പോൾ ഇങ്ങനൊരു യോഗം പലരും ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു യോഗം സംഘടിപ്പിച്ചെന്ന് ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും പറയാണ്. ആ വീട്ടുകാരുടെയും കുടുംബക്കാരുടെ മുമ്പിൽ നാണം കെടാൻ പോവാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഈ സമയം വൈജയന്തി നല്ല ഉടുത്തൊരുങ്ങി വരുന്നുണ്ട്. അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് ബബിത. എനിക്കൊന്നും ഇപ്പോൾ വേണ്ട. അതെന്താ? അമ്മയ്ക്ക് ഇത് കഴിഞ്ഞ ഈ ഒരു കുടുംബയോഗം കഴിഞ്ഞ അമ്മക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ബബിത നിർബന്ധിച്ച് അവളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാണ്. അങ്ങനെ നന്നായി ഉടുത്തൊരുങ്ങി കുടുംബക്കാരൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കാണുന്നതിൻ്റെ സന്തോഷത്തിൽ വൈജ കൊല്ലപ്പള്ളിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കൈതക്കൽ മാളിക വീട്ടിൽ എല്ലാവരും നിരന്നിരിക്കുക. കുറേ വൈകി ബാലചന്ദ്രൻ പറഞ്ഞ സമയം കൃത്യസമയം 10 മണി ആയപ്പോഴേക്കും ബാലചന്ദ്രൻ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അങ്ങനെ മുതിർന്ന ഒരാൾ അതിൽ ചോദിക്കുന്നുണ്ട്, അല്ല ബാലചന്ദ്ര, ഇപ്പോൾ എന്തിനാ ഇങ്ങനൊരു യോഗം? കുറേ കാലമായില്ലേ എല്ലാവരെയും കണ്ടിട്ട്? എല്ലാവരെയും ഒത്തൊരുമിച്ച് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഇല്ലേ കുഞ്ഞിരാമേട്ട എന്ന് ബാലചന്ദ്രൻ ചോദിക്കാണ്. അതൊക്കെയുണ്ട്, എന്നാലും പലരും പലതരത്തിലുള്ള ബിസിയിലായിരുന്നു. ഇങ്ങനൊരു യോഗം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് വന്നത്. പറയാം, എൻ്റെയും വൈജയുടെയും വിവാഹമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ വൈജ എന്നോടുമായിട്ടുള്ള ബന്ധം വേർപിരിയാനായിട്ട് കുടുംബ കോടതിയിൽ പോയതാണ്. അതൊക്കെ ഞങ്ങൾക്കറിയാം. 22 വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചു. ഇതിലെ പലരും ആ വിവാഹത്തിന് പങ്കെടുത്തവരായിരിക്കും. ആ സമയം വൈജയ്ക്ക് മനസ്സിലായി തന്നെ തറയടിച്ച് കാണിച്ച് തൻ്റെ മേലെയാണ് കുറ്റമെന്ന് കരുതി ബാലചന്ദ്രനെ കൈയൊയ്യാനും എല്ലാവരുടെ മുമ്പിൽ തന്നെ കുറ്റക്കാരിയാക്കാനാണ് ബാലചന്ദ്രൻ്റെ പുറപ്പാടെന്ന് മനസ്സിലാക്കി ഒരു യുദ്ധസന്നാഹത്തോടു കൂടെ വൈജയന്തി വീറോടെ വാദിക്കൽ തന്നെ നോക്കി നിൽക്കായിരിക്കും ബാലചന്ദ്രനെ. അങ്ങനെ ബാലചന്ദ്രൻ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങണം.
ആ സമയത്ത് വൈജയന്തി പറയും, ഇയാളെ ഇത്രയും ദിവസം ഇത്രയും കാലം ഇയാളെ ഞാൻ ഒന്നും പറഞ്ഞില്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മാത്രമേ ഇദ്ദേഹത്തിനെ വേദനിപ്പിച്ചിട്ടുള്ളൂ. ആര് പറഞ്ഞു? നീ കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം എന്നോട് പറഞ്ഞതല്ലേ വൈജയെ, നിനക്ക് ഈ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഈ 22 വർഷക്കാലവും നീ ആ താല്പര്യമില്ലാതെ തന്നെയാണ് എന്നോട് പെരുമാറിയത്. അപ്പോൾ കുടുംബത്തിൽ മുതിർന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 22 വർഷങ്ങൾ കഴിഞ്ഞുപോയി, നിങ്ങൾക്ക് 3 മക്കളും ജനിച്ചു. ആ ഒരു താല്പര്യക്കുറവൊക്കെ അതിനോടകം കഴിയേണ്ടതായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും അവൾ അവളുടെ ഇഷ്ടത്തിന് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അതിനു വേണ്ടി മാത്രമേ അവൾ മുൻഗണന കൊടുത്തിട്ടുള്ളൂ. എന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവളുടെ എല്ലാത്തിനും ഞാൻ താഴ്ന്നു കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ 22 വർഷവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിനൊരു മാറ്റം വന്നത് നിങ്ങളുടെ ഈ വീട്ടിൽ ഒരു വേലക്കാരി വന്നതിന് ശേഷമാണെന്ന് വൈജയന്തി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹമോചനത്തിന് പോവുകയും ചെയ്യുന്നത്. അതെ, വേലക്കാരിയായെന്ന് പറഞ്ഞവൾ നീ എന്തർത്ഥത്തിലാണ് കണ്ടത്? അപ്പോൾ എല്ലാവരുടെയായിട്ട് വൈജ പറയുന്നുണ്ട്, അവൾ ഇയാൾക്ക് ബെഡ് വിരിക്കണം, അവൾ വിളമ്പി കൊടുത്താലേ ഭക്ഷണം കഴിക്കൂ, അങ്ങനെ എല്ലാത്തിനും അവൾ ഭാര്യയെ വേണ്ട, ഭാര്യയെ താഴെ റൂമിലും ഇയാൾ മുകളിലത്തെ റൂമിലാണ് കിടന്നിരുന്നത്. ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ പുച്ഛത്തോടെ വൈജയന്തിയെ നോക്കാണ്. എല്ലാത്തിനും അപ്പോൾ തൻ്റെ ഭാഗത്താണ് അനുകൂലമായ ആളുകൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ വൈജ ബാലചന്ദ്രനെയും അലീനയെയും കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം കേട്ട് കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയും, നിന്റെ പറച്ചിലെല്ലാം കഴിഞ്ഞോ? ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറയാൻ ഇവൾക്ക് അർഹതയുണ്ടാവണമെങ്കിൽ ഇവൾ അത്രയും പരിശുദ്ധയാവണ്ടേ? വിവാഹത്തിന് മുമ്പ് 22 വർഷങ്ങൾക്ക് മുമ്പ് ഇവളൊരു പെൺകുഞ്ഞിനെ രഹസ്യമായി പ്രസവിച്ചു. ആ പെൺകുഞ്ഞി എന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരാളുമായിട്ട് ആഗ്രയിലും അവൾ ഒരു വാടക വീട്ടിൽ താമസിക്കായിരുന്നു. അങ്ങനെ പൂർണ്ണ ഗർഭിണിയായ ഇവളെ നാട്ടിലേക്ക് കൊണ്ടുവരികയും രഹസ്യമായി പ്രസവിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടാ ഒരു കൂസലുമില്ലാതെ എൻ്റെ മുമ്പിൽ തലകൊരിച്ച് തരാൻ ഇവൾ വന്നത്. ഇവൾക്ക് എന്ത് അർഹതയായുള്ളത് എന്നെയും അലീനയെയും കുറിച്ച് പറയാനേ? ആ സമയം ഇടുത്തി തലയിൽ വീണ പോലെ തോന്നാണ് വൈജയന്തിക്ക്. എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞു കഴിഞ്ഞെന്നും അവൾക്ക് പിന്നെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ബബിത അമ്മയെ തന്നെ ആള് പിടിച്ച് നിൽക്കാണ്. എല്ലാവരും ഇതെന്ത് കഥ എന്ന മട്ടിൽ ബാലചന്ദ്രനെ നോക്കാം. അങ്ങനെ ആ രഹസ്യങ്ങളെല്ലാം ബാലചന്ദ്രൻ എല്ലാ കുടുംബക്കാർക്കും മുമ്പിലും പൊട്ടിക്കുന്നുണ്ട്. കമലയും ഹരിശങ്കറും വാ പൊളിച്ച് നിന്നു പോവാണ്. അവർ ആദ്യമായിട്ടാണ് ഈ രഹസ്യം അറിയുന്നത്. അങ്ങനെ അവർ ഈ സത്യങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഒടുവിൽ ബാലചന്ദ്രൻ അവിടെ നിന്ന് എണീറ്റ് പോകും മുമ്പേ വൈജയോട് പറയുന്നുണ്ട്, ഒരു സിമ്പതി കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. അത് നിന്നോടുള്ള കാണിക്കുന്ന ഒരു സിമ്പതിയാണെന്ന് കരുതിക്കോ. അന്ന് ഇവരെല്ലാവരും മരിച്ചു പോയെന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൾ മരിച്ചിട്ടില്ല. ഇവരൊരു അനാഥാലയത്തിലാക്കി. പിന്നീട് അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ അതാരാണെന്ന് ആ സമയത്ത് തന്നെ ബാലചന്ദ്രൻ പറയുന്നില്ല. വൈജയന്തി ഒന്നും മിണ്ടാതെ കാറെടുത്ത് പോകുന്നുണ്ട്. വൈജയന്തിക്ക് വേണ്ടി എല്ലാവരും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും വൈജയന്തിയെ എവിടെയും കാണാൻ വേണ്ടി കഴിയുന്നില്ല. വൈജയന്തി നേരെ പോകുന്നത് കുളത്തുപുലി സ്റ്റാലിൻ ജോസഫിൻ്റെ തോട്ടത്തിലേക്കായിരിക്കും. അവിടെ സ്റ്റാലിനെ കണ്ട് നമ്മുടെ മകൾ അലീനയാണെന്ന് ഒരേ ചോദ്യം ആര് പറഞ്ഞാലും എനിക്കത് വിശ്വാസമാവില്ല. പക്ഷേ ലാലിച്ചൻ പറഞ്ഞാൽ എനിക്കത് വിശ്വാസമാണ്. അങ്ങനെ സ്റ്റാലിൻ പറയും, അതെ നമ്മുടെ മകളാ അലീന എന്ന്. അന്നേരത്താണ് വൈജയന്തി തൻ്റെ മകളാണ് അലീന എന്ന സത്യം മനസ്സിലാക്കുന്നത്. പിന്നീട് വൈജ വീട്ടിലേക്ക് തിരികെ വരുന്നില്ല. ഒരു ആശ്രമത്തിലേക്കാണ് വൈജ പോകുന്നത്. അവിടുത്തെ സന്യാസിനിയായി അവിടെ സകല പാപങ്ങളും പൊറുക്കപ്പെടുന്ന രീതിയിൽ അവിടെ കഴിഞ്ഞ് മനസ്സും ശരീരവും എല്ലാം ശാന്തിയോടെ നടത്തുന്ന ഒരു വൈജയായി മാറുകയാണ്. പിന്നീട് തിരിച്ചു വന്ന് നെടുമ്പുരക്കൽ ബാലചന്ദ്രമേനോൻ്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് പൊട്ടിക്കരയുന്നുണ്ട്. ബാലചന്ദ്രന് അത് അവളോട് ക്ഷമിച്ചോ ഇല്ലയോ എന്നുപോലും പറയുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാലചന്ദ്രൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. ബാലചന്ദ്രനെ കൊന്നത് വൈജിയാണെന്ന് പോലും പറഞ്ഞ് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹത്തിനെ സ്നേഹിച്ചിട്ടില്ല. ഒരു പുരുഷനെയും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എനിക്ക് 22 വർഷം മുമ്പേ ഞാൻ ഒരാളെ സ്നേഹിച്ചു. മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തത് എനിക്ക് ഒരു പുരുഷനിൽ നിന്ന് കിട്ടില്ല എന്നൊരു തോന്നലായിരുന്നു വൈജയുടെ ഉള്ളു നിറയെ. അങ്ങനെ വൈജ അതും പറഞ്ഞുകൊണ്ട് എപ്പോഴും വിലപിക്കുമായിരുന്നു. അങ്ങനെ ബാലചന്ദ്രനെ എന്നേക്കുമായി ഈ ലോകത്തിൽ നിന്ന് വിട പറയാണ്. നിങ്ങൾ ഇതുപോലെ അപ്കമിങ് എപ്പിസോഡ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.